പുതിയ വണ്ടി അല്ലേ? പുതിയ വണ്ടി 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന പാനോറമിക് സൺറൂഫ് വരുന്ന സെൽറ്റോസ്. ഓക്കെ, 25 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ 28 വരെ വാറണ്ടി വരുന്ന വണ്ടി. വാറണ്ടി അവസാനത്തെ വണ്ടി നമുക്ക് ഒരു അടിപൊളി ഒട്ടിച്ച റേറ്റിലാണ് കൊടുക്കാം. അങ്ങനെ അവസാനിപ്പിക്കാൻ പോകുന്നത്. റൈറ്റ്. 22 മോഡൽ 23 രജിസ്ട്രേഷൻ ഗ്രാൻഡ് വിറ്റാര സീറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുന്നത് സൺറൂഫ് അടക്കം വരുന്നുള്ള ഓട്ടോമാറ്റിക് വണ്ടി. നെക്സോൺ ആണ്. നെക്സോൺ ഒരു ന്യൂ ടൈപ്പ് നെക്സോൺ ആണ്. അത് മാത്രമല്ല നെക്സോണിന്റെ ഏറ്റവും എംപവേർഡ് എന്ന വേരിയന്റ് ആണ്. നല്ല പവേർഡ് 480 ആണ് റേഞ്ച് പറയുന്നത്. അറൗണ്ട് എനിക്ക് തോന്നുന്നു 350-400 രൂപ റേഞ്ച് കിട്ടുന്നുണ്ട്. ഷമീർ ഖാ, യെസ്, മഹീന്ദ്രകൾ മൊത്തം വിലക്ക് വാങ്ങിയ മഹീന്ദ്ര 3 മഹീന്ദ്ര നേരത്തെ കിടക്കുന്നുണ്ടല്ലോ. മഹീന്ദ്ര നടുക്കുള്ള സാധനം കണ്ടോള്. B6 എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ ആരും യൂസ് കാർ മാർക്കറ്റിൽ വീഡിയോ ചെയ്തിട്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. കണ്ടിട്ടില്ല B6. ഓക്കെ, ഇതിന്റെ പുതിയ വണ്ടി നമ്മള് സലീം ഖാന്റെ വണ്ടി കാണിച്ചിരുന്നു, അല്ലാണ്ട് യൂസിലേക്ക് വന്നതായിട്ട് കണ്ടിട്ടില്ല. യൂസ്ഡ് കാറിന് കേരളത്തിലെ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ എവിടെയും വന്നിട്ടില്ല. നമ്മളാണ് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ജിമ്നി ഇറങ്ങിയ സമയത്ത് നമ്മൾ 2 ജിമ്നി വെച്ച് കൂടി ചെയ്തു. പിന്നെ വിൻസർ വന്നു, നമ്മൾ മറ്റേ അതേപോലെ ടയർ ആ സമയത്ത് വെറൈറ്റികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അതേമാതിരി തന്നെ പിന്നെ വോക്സ് വാഗന്റെ ടീറോക്ക് അതൊക്കെ നമ്മളാണ് ആദ്യം കാണിച്ചത്. അപ്പൊ നമ്മുടെ ഷമീർ ഖാന്റെ ഷമീസ് കാസ് നടക്കാവ് ഷോറൂമിൽ, അതായത് 10 ലക്ഷത്തിന്റെ മുകളിൽ ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളുടെ ലക്ഷറി ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുൻപ് തന്നെ റോക്സ്, B6, XUV 700 മഹീന്ദ്ര മൊത്തത്തിലെടുത്തേക്കാണ് അല്ലേ? ഓക്കെ, വേറെ സെഗ്മെന്റ് ഇല്ല, എല്ലാ വണ്ടികളും ഇല്ല? ഒരുപാട് വണ്ടികളുണ്ട്. നമുക്കൊരു 10-20 വണ്ടികൾ അതുണ്ട്. മാക്സിമം കാണിക്കാതില്ല. പുതിയ വണ്ടികൾ സ്റ്റോക്കിൽ 25ഓളം വണ്ടികളുണ്ട് ഏകദേശം. നമ്മൾ പുതുവർഷത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നടക്കാവ് ഷോറൂമിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. അതെ, ഫസ്റ്റ് വീഡിയോ. അപ്പോൾ 4 ദിവസം മുമ്പ് നമ്മൾ പ്രൈഡിൽ ഷോറൂമിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എൻക്വയറി? അതില് വ്യൂസിൽ അത്ര നമ്മൾ വിചാരിച്ചതിൽ എത്തിയില്ലെങ്കിലും പക്ഷേ നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് 15 വണ്ടി കാണിച്ചു. ബൈ ഗോഡ് ഗ്രേസ് 10 വണ്ടി ബുക്കിംഗ് ആയി. 10 വണ്ടി പോയി. നല്ല റിസൾട്ടാണ്. അതാണ്. അപ്പൊ ആളുകളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഇതേപോലെ തന്നെ സിയറ നമ്മൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കൊടുത്തിരിക്കും. വണ്ടി ഇറക്കട്ടെ, ആദ്യ വണ്ടി കാണിക്കാൻ പറ്റും. എന്തായാലും കണ്ടുനോക്കാം. അപ്പോൾ കോഴിക്കോട് നടക്കാവാണ് ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എല്ലാ സെഗ്മെന്റും 10 lakhs above സെഗ്മെന്റുകളെല്ലാം ഉണ്ട്. SUV ഹൈക്രോസ് കിടക്കുന്നുണ്ട്. ഹൈക്രോസ് 2 ഉണ്ട്. 2 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. 2 നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് റൈറ്റ്. ഏതായാലും ഇവനെ കിട്ടി. എന്നാ പിന്നെ ഇവന്റെ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും. മഹീന്ദ്ര B6. നമ്മൾ ഈ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ മറ്റേ കോക്പിറ്റിൽ പൈലറ്റ്സ് ഓടിക്കുന്നതാണ് ഒരു ഫീൽ ഒന്നുമില്ലേ? അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും ഫ്ലൈറ്റ് ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഫീൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫ്ലൈറ്റ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് അതിനും പറ്റില്ല, ഇത് വേണമെന്ന് ഓടിച്ച് നോക്കി വെക്കുന്നതിന് മുമ്പ് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കയറി ഇരുന്നാൽ മതി, ആ ഒരു കോക്പിറ്റിലിരിക്കുന്ന ഫീൽ കിട്ടും. നമ്മൾ ഡിഫറെന്റ് എക്സ്പീരിയൻസ് വീഡിയോസിലെ കണ്ടിട്ടുള്ളൂ അല്ലേ? അങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ, സംഭവമാണ്. ഏതാ 26ആണോ 25ആണോ? 25 മോഡൽ. 26 ആയിട്ടുള്ളൂ. 25 മോഡല് B6ന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ പാക്ക് 3 എന്നാണ് വേരിയന്റ്. 683 കിലോമീറ്റർ ഫുൾ ചാർജിൽ റേഞ്ച് കിട്ടുന്ന വാഹനമാണ്. ഇപ്പൊ നല്ലോണം ഇറങ്ങുന്ന ഒരു വണ്ടി. നല്ലോണം ഇറങ്ങുന്ന വണ്ടി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 20 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആവും. പവർ ചാർജിൽ 20 മിനിറ്റ് കൊണ്ട് 80% ചാർജും കിട്ടുന്നുണ്ട്. 79 കിലോവാട്ട് ബാറ്ററിയാണ് ഇതിൽ വരിക. ഇതിന്റെ തന്നെ 5090 ഉണ്ട്. ടോപ്പ്. ഓക്കെ, ടോപ്പിന്റെ മോഡലാണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ വെറും 2000 മാത്രം. അതായത് ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് പറയാൻ പറ്റിയ വാഹനമാണ്. ഇപ്പോൾ ഓൺ റോഡ് ഇത് ഫുൾ ഓപ്ഷൻ ഇപ്പോൾ 32ന്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട്. ഇത് ഇറങ്ങുന്ന സമയത്ത് 33 ലക്ഷം വന്നിരുന്നു അവർ പറഞ്ഞത്. ഇപ്പൊ GSTക്ക് ശേഷം 32 അറൗണ്ട് 32ന്റെ അടുത്ത് ഏകദേശം വില വരുന്നുണ്ട്. അപ്പോൾ 2000 കിലോമീറ്റർ മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. പിന്നെ ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ കടലോളം സ്പെക്ക് ഉണ്ട്, ഒരുപാടുണ്ട്. ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. സീറ്റ് മെമ്മറി, സീറ്റ് വെന്റിലേഷൻ, ഇങ്ങനത്തെ തുടങ്ങിയ ബേസിക് എല്ലാ സാധനവും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ
ഇതിൽ 5 മോഡുകൾ തന്നെ ഉണ്ട്. ഓരോന്ന് പറയാൻ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, പ്രൈം മോഡും വരുന്നുണ്ട്. നമുക്ക് ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് നമ്മൾ പേജ് ചെയ്യുന്നതായിരിക്കും. ഇത് എത്ര ഇപ്പൊ ചോദ്യം? നമുക്ക് 26,75,000 രൂപ കൊടുക്കാം. 26.25 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 5 ലക്ഷത്തിന് 5 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. ഇല്ല, ഒന്നല്ലേ 27,800, 28,000, 29,000, 5 ലക്ഷത്തിന് മുകളിൽ വ്യത്യാസം വന്നു. ഈ 32 സംതിങ് അറൗണ്ട് വരും. 33 അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്ര ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, അതാണ്. അപ്പൊ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും വ്യത്യാസം നിങ്ങൾ ചിലപ്പോൾ ലോൺ ഇടുന്നുണ്ടാവും. അപ്പൊ ലോണിലും അത്രയും വ്യത്യാസം വരും ഇത്രയും എമൗണ്ട് മാറുമ്പോൾ. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഓണറിലേക്ക് പോകുമ്പോൾ എത്രയാണ് വരും? അറൗണ്ട് 10 വർഷമാണ് പറഞ്ഞത്. 10 വർഷവും 2 lakh കിലോമീറ്റർ ആണ് പറഞ്ഞത്. സെക്കൻഡ് ഓണർ ആകുമ്പോൾ കേട്ടോ, 2 ലക്ഷം കിലോമീറ്റർ 10 വർഷം. അപ്പൊ അത്രയും കാര്യം നിങ്ങൾ സേഫ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി താർ ഇറങ്ങി ഒരു തരംഗം ഉണ്ടാക്കി. അപ്പൊ താർ ഇറങ്ങിയപ്പോൾ ചിലർക്ക് കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ അതൊരു 5 ഡോറിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളിയായനെ. അങ്ങനെ ആ സങ്കടം മാറ്റിയതാണ് മഹീന്ദ്ര റോക്സ് ആക്കി. അതെ, റോക്സ് ആക്കി ഇറക്കി മഹീന്ദ്ര താർ റോക്സ്. ഓക്കെ, ഷെബീർക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച വണ്ടിയാ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് നമ്മളിപ്പോ ബുക്കിംഗ് ആയി. ആ വണ്ടിന്റെ ഇന്റീരിയർ കണ്ടാൽ മനസ്സിലാവും. വണ്ടി 2025 ആയിരുന്നു, ഇത് 2024. സെയിം കളർ സെയിം ഓപ്ഷനാണ്. അതെ, ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2024 മോഡല് താർ റോക്സിന്റെ ടോപ്പ് എൻഡ് വേരിയന്റായ AX7L 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അത് അതേ വേരിയന്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. 2024 മോഡലാണ് ഇത്. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 20,000 കിലോമീറ്റർ ഓടി. 20,000. അത് അന്നത്തത് 9,000 കിലോമീറ്റർ ആയിരുന്നു ഓടിയിരുന്നത്. അത് ലോ കിലോമീറ്റർ വണ്ടിയായിരുന്നു. അതെ, ഇത് 20 വലിയൊരു പ്രശ്നമല്ല, നോർമൽ ഓട്ടോ. പിന്നെ വ്യത്യാസം അത് വൈറ്റ് ഇന്റീരിയർ ആയിരുന്നു, ഇത് ബീജ് ഇന്റീരിയർ ആണ്. ബീജ് ഇന്റീരിയർ. അതെ, ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ. ടയർ ഭാഗം എല്ലാം ഫിറ്റ്. 20,000 രൂപ ടയർ, 2024 മോഡൽ, ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നീറ്റ് വണ്ടി, ഫുൾ സർവീസും എല്ലാം ഉണ്ട്. വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 27 വരെ കമ്പനി വാറണ്ടി. നേരത്തെ കണ്ട BE6 അതേപോലെ തന്നെ വാറണ്ടി. നേരത്തെ കണ്ട VE6 നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 മോഡൽ എന്ന് പറയാം. 24 ഡിസംബർ മോഡലുള്ളൂ. 25 6 മാസം വണ്ടി ഇറങ്ങിയത്. ചെറിയൊരു ക്ലാരിഫി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ 24 വണ്ടിയും 24 ഡിസംബർ വണ്ടിയാണ്. 6 മാസം രജിസ്ട്രേഷനാണ്. വണ്ടി ഡെലിവറി 26 ഡിസംബർ മാനുഫാക്ചർ. നമ്മൾ വീഡിയോ പറഞ്ഞ 25 അങ്ങനെ പറഞ്ഞിരുന്നത്. രജിസ്ട്രേഷൻ ആണ് 25. അതെ, ഇതിലും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ് ഇതും. വേറൊന്നും പറയാനില്ല ഇതിനെ പറ്റിയും. എത്രയാണ് ചോദ്യം? നമുക്ക് 24,50,000 രൂപ കൊടുക്കാം. 24.5 ലക്ഷം. പുതിയതിന് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 30 ലക്ഷം ഉണ്ട്. ഇപ്പൊ 28,60 അങ്ങനെ വരുന്നത്. ഇപ്പൊ 28,60 ഉണ്ട് ഇപ്പൊ ഇറങ്ങുന്നതിന്. ഓക്കെ, അപ്പോ 24.5 ലക്ഷത്തിനാണ് ഇപ്പൊ ചോദിക്കുന്നത്. 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോണ് മാക്സിമം നമുക്ക് ഏകദേശം 24 ലക്ഷം വരെ ലോൺ അത്രയും കിട്ടും. 50,000 രൂപ റീസെയിൽ വാല്യൂ ഉണ്ടല്ലോ. BE6 ഞാൻ വിട്ടു ചോദിക്കാം. ലോണ് അത് മാക്സിമം കയറും. BE6 മാക്സിമം നമുക്ക് കൊടുക്കും. 26 ലക്ഷം എന്തായാലും മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. നല്ല പാർട്ടിയാണല്ലോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 500 നിർത്തലാക്കിയിട്ട് മഹീന്ദ്ര അവതരിപ്പിച്ച ഒരു പുലിക്കുട്ടി അല്ലേ? അതെ, XUV 700. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് XUV 700 ടോപ്പ് എൻഡ് വേരിയന്റായ AX7L ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇതിലും ഫീച്ചേഴ്സ് വൈസ് എടുത്തു പറയുകയാണെങ്കിൽ 3 എല്ലാം ഒരേ ഫീച്ചേഴ്സ് തന്നെയാണ്. എല്ലാം ഉണ്ട്. ലേറ്റസ്റ്റ് അഡാസ് ഉണ്ട്. അതെ, പാനോറാമിക് സൺറൂഫ് ഉണ്ട്, സീറ്റ് മെമ്മറി ഉണ്ട്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, മിറർ ഫോൾഡിംഗ് ഉണ്ട്, 360 ഉണ്ട്. ഒരുപാട് എടുത്തു പറയണ്ട. ഏകദേശം എല്ലാ ഫീച്ചറിസ്റ്റിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഏറ്റവും ഓപ്പൺ ആണ്. 23 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ഓട്ടം? കിലോമീറ്റർ 68,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 68,000. ഓക്കെ, ഒരു 3 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അറൗണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോയുള്ള ആൾ തന്നെ എടുത്തത് അല്ലേ? കുഴപ്പമില്ല. 3 വർഷത്തിനടക്കം ആയില്ല, 2 വർഷം കഴിഞ്ഞു. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതിപ്പോ എത്ര ചോദ്യം? നമുക്ക് 21,50,000 രൂപ കൊടുക്കാം. 21.5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം 31 ആ റൗണ്ട് ഏകദേശം പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോ GST കേസ് 29 അടുത്തുള്ളൂ. 29 അടുത്തല്ല ഏകദേശം ഇപ്പോഴത്തെ വില. രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വില അത്രയുണ്ട്. അതാണ് നിങ്ങൾക്ക് 21.5 ലക്ഷത്തിന് കിട്ടുന്നത്. ഓക്കെ, ഏകദേശം 7 ലക്ഷം 7.5 അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ 700 നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു അടിപൊളി വണ്ടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ വാറണ്ടി 26 എത്ര മാസം ലാസ്റ്റ് വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ചെറിയ എമൗണ്ടിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും.
2 വർഷം കൂടി കൂട്ടി കിട്ടും അല്ലേ? 2 വർഷം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ അടുത്തൊരു വണ്ടിയാണ്. താല്പര്യം വിളിച്ചോളൂ. ലോണും മാക്സിമം കയറും ഒരു 95% ലോണുള്ളൂ. 95%. അടുത്ത വണ്ടി നമ്മുടെ മഹീന്ദ്ര എന്ന് മാറി ടൊയോട്ടയിലേക്ക് കയറി. ടൊയോട്ടയുടെ ഇപ്പോഴത്തെ ഏറ്റവും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഇന്നോവ ഹൈക്രോസ് ആണ്. ക്രിസ്റ്റ നിർത്താൻ പോവാണ് അല്ലേ? മാർക്കറ്റിൽ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തരംഗമാൻ പോകുന്ന ഇവൻ തന്നെ ആയിരിക്കും. ഇവൻ തരംഗമാണ്. ഇറങ്ങിയ സമയത്ത് ഇവന് പ്രീമിയം 3 ലക്ഷം വരെ കൊടുത്ത് വാങ്ങിയാളെ എനിക്കറിയാം. 3 ലക്ഷം പ്രീമിയത്തിന് വാങ്ങിയ സാധനമാണ് ഹൈക്രോസ്. ഇന്നും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ പോയിക്കൊടുക്കുന്ന നല്ല എൻക്വയറിയുള്ള നല്ല ബുക്കിങ്ങുള്ള വണ്ടിയാണ് ഹൈക്രോസ്. ഇത് KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് അല്ലേ? അതെ. പിന്നെ ഇതിന്റെ കളർ എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും, പക്ഷെ ഒരു ഗ്രീൻ യെല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഗ്രീൻ ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് എല്ലാം കൂടെ സങ്കരയാണ്. മിക്സ് സാധനമാണ്. ബ്ലാക്കിഷ് എഗേ എന്നാണ് അതിന്റെ ടെക്നിക്കൽ നെയിം. കാണുന്ന കണ്ടിൽ നമുക്ക് പലതും തോന്നും അല്ലേ? നല്ല ഡിമാൻഡുള്ള കളർ. അതെ, അടിപൊളി ഒരു കളറാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? അപ്പോൾ 2024 മോഡല് ഹൈക്രോസിന്റെ ZX എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ടോപ്പിന് ZX ഉണ്ട്. അതിലൊന്നും നമ്മൾ ചെറിയ വ്യത്യാസം 70,000 രൂപ വ്യത്യാസം വരുന്നത് അഡാസ് ഫീച്ചർ ഇതിലുണ്ടാവില്ല. ബാക്കി എല്ലാ ഫുൾ ഓപ്ഷൻ വരുന്ന എല്ലാ ഫീച്ചേഴ്സും പാനോറാമിക് സൺറൂഫ് അടക്കം വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരും. 24 27 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കായിരിക്കും അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വെറും 10,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നുള്ളൂ. 10,000 മാത്രം. ഷോറൂം കണ്ടീഷനിലുള്ള വെഹിക്കിൾ. 26 ഒന്നാം മാസമായി 10,000 നോർമൽ ഓട്ടോ അല്ലേ? 7 സീറ്റർ ആണ്. ഹൈബ്രിഡ് അല്ലേ? ഫുള്ളി ഹൈബ്രിഡ്. ഇത് കിലോമീറ്റർ മൈലേജ് 22 കിട്ടുന്നവർ പറയുന്നവരുണ്ട്. 20ന്റെ മുകളിൽ പറയുന്ന 2-3 ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ. 7 സീറ്ററിൽ 20 മൈലേജ് കിട്ടുന്ന പെട്രോളിന് മെയിൻ്റനൻസ് കുറവാണ്. എന്താ പറയുക, സ്മൂത്ത് ആയിട്ട് പോവാ, ഒന്നും ഡ്രൈവ് ചെയ്ത് ഒന്നും നോക്കണ്ട. അതുകൊണ്ടാണ് ആൾക്കാർ പ്രീമിയം കൊടുത്ത് വണ്ടി വാങ്ങിച്ചിരുന്നത്. തീർച്ചയായും കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ സാധനം അല്ലേ? ഇതിന് ഒന്നും കൂടി വരാണ്ട് നമ്മൾ കാണിച്ചു തരാം പുറകില്. അടുത്ത കാണിക്കാം. ഇത് അപ്പൊ എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 35,80,000 രൂപ കൊടുക്കാം. 35,80,000 2024 വെറും 10,000 കിലോമീറ്റർ ഓടിയ ZX ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഹൈക്രോസ് ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് അന്ന് ഇറങ്ങുന്ന സമയത്ത് 40 സംതിങ് ഉണ്ടായിരുന്നു. 40 ലക്ഷം രൂപ അറൗണ്ട് ഇപ്പോഴും വില വരുന്നത്. ഇപ്പോഴുണ്ട് അല്ലേ? 40 ലക്ഷം വില വരുന്നുണ്ട്. അപ്പോൾ വെറും 10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. അതിലാണ് ഇത്രയും മാറ്റം വന്നത്. മാത്രമല്ല ഈ കമ്പാരിസൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ മാർക്കറ്റ് റേറ്റ്, മാർക്കറ്റിന്റെ പിന്നെ റീസെയിൽ വാല്യൂ ആൾക്കാരെ കമ്പയർ ചെയ്യണം. കാരണം ഇത് പ്രീമിയം കൊടുത്തു പോയ വണ്ടിയാണ്. ആൾക്കാർ ചെറിയൊരു 4 ലക്ഷം 5 ലക്ഷത്തിന്റെ വ്യത്യാസം ആൾക്കാർ ചെറുതാണെന്ന് തോന്നരുത്. കാരണം ഈ വണ്ടി ഞങ്ങളെന്നെ സംബന്ധിച്ചിടത്തോളം ഹൈക്രോസ് ഒരുപാട് കാലം ഹൈക്രോസ് തപ്പി നടക്കുന്നത്. ഇപ്പം മുമ്പ് ചെയ്തതിന് ശേഷം 2 വണ്ടി കൊടുത്തതിന് ശേഷം പോയി അടുത്ത കാലത്ത് ഇന്നലെ ആയിട്ട് വന്നിരിക്കുന്ന വണ്ടി 2 ദിവസമായിട്ട്. എന്തായാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. തീർച്ചയായും നല്ല എൻക്വയറി നമുക്ക്. ഓക്കെ, അപ്പോൾ ലോൺ മാക്സിമം കാര്യമില്ലേ? മാക്സിമം ലോൺ എടുക്കാം. ഓക്കെ, അടുത്ത ഹൈക്രോസ് എടുക്കും. നമ്മുടെ അടുത്ത ഹൈക്രോസ് എത്തിയിരിക്കുകയാണ്. ഇത് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. നേരത്തെ കണ്ടത് കണ്ണൂരായിരുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ കാണിച്ചത് ZX ആയിരുന്നു. ഇതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് VX. അതെ, 2023 മോഡല് ഹൈക്രോസിൽ ഹൈബ്രിഡിൽ വരുന്ന VX എന്ന് പറഞ്ഞ വേരിയന്റ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ KL 11 രജിസ്ട്രേഷൻ. 33,000 മാത്രം. 26 വരെ വാറണ്ടിയിലായിരിക്കും, കമ്പനി വാറണ്ടി തന്നെ ആയിരിക്കും. പിന്നെ ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 കിലോമീറ്റർ മൈലേജാണ് അറൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കിട്ടും. ഇത്രയും വലിയൊരു വണ്ടിയാണ് 7 സീറ്റർ. ഇതൊരു പവർഫുൾ വണ്ടിയാണ്. ഓടിക്കാനും സുഖമാണ്, ലുക്ക് വൈസ് സുഖമാണ്. പിന്നെ ഇപ്പൊ കംഫർട്ട് സുഖമാണ്. ക്രിസ്റ്റ ഇപ്പൊ നിർത്താൻ പോവാന്ന് പറയുന്നു. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. ക്രിസ്റ്റ ഇറങ്ങുന്നില്ല. ഓട്ടോമാറ്റിക് ഇല്ല. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ കൃഷ്ണ നിർത്താൻ പോവാന്ന് പറയുന്നത് മാർക്കറ്റ് കൂടും. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ പ്രീമിയം കൊടുത്ത് 3 ലക്ഷം വരെ കൊടുത്ത് ZX വാങ്ങിച്ച ആൾക്കാർ എനിക്കറിയാം. ഇപ്പോഴും റീസെയിൽ വാല്യൂ നല്ല മാർക്കറ്റിലുള്ള വണ്ടിയാണ് ഈ ഹൈക്രോസ് വരുന്നത്. ഹൈക്രോസ് ഓക്കെ, ഹൈബ്രിഡ് ആണ് വരുന്നത്. ഓക്കെ, നോർമൽ ഓട്ടം തന്നെ, വാറണ്ടിയിലാണ്. എത്ര ഇതിന് VX നമുക്ക് ഫൈനൽ 29 ലക്ഷം രൂപ കൊടുക്കാം. 29 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. ഇത് VX അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ഏകദേശം 34 സംതിങ് കണ്ട വരുന്നുണ്ട്. ഇപ്പോഴും അറൗണ്ട് ആ വില വരുന്നുണ്ട്. ഓക്കെ, ഫുൾ ഹൈബ്രിഡ് വരുന്ന 7 സീറ്റർ വാഹനം. ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും എല്ലാം അടിപൊളി വണ്ടി അല്ലേ? ഓക്കെ, ലോണും ഒരു 26 ലക്ഷം രൂപ എന്തെങ്കിലും കൊടുക്കാം. 26 ലക്ഷം വരെ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ഇനി കൂടുതൽ വർത്താനൊന്നുമില്ല. ജർമ്മൻ ബ്രാൻഡിന്റെ ഒരു ചാകര വരാൻ പോവാണ്. തുടക്കം തന്നെ സ്കോഡ കോഡിയാക്ക് ഒരു 7 സീറ്റർ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സ്കോഡയുടെ കോഡിയാക്ക് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വരുന്ന ഓൾ വീൽ ഡ്രൈവ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, 18 മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് സ്കോഡിയാക്ക് 7 സീറ്റർ ആണ് വരിക.
അതായത് ഓഡി Q5 പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന 7 സീറ്റർ ആണ് ഇത്. ഓക്കെ, Q7ലേക്ക് എത്തൂല, മിഡിലേക്ക് അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന 7 സീറ്റർ. ഓക്കെ, കിലോമീറ്റർ ഓടിക്കുന്നത് 59,000. 59. വലിയ ഓട്ടോ പോയിട്ടില്ല അല്ലേ? 8 വർഷത്തോളം 7 വർഷം കഴിഞ്ഞു. വലിയ ഓട്ടം പോയില്ല. സർവീസ് എല്ലാം പ്രോപ്പർ സർവീസുള്ള വണ്ടി. പിന്നെ ഇപ്പം ഡീസൽ കിട്ടാനില്ല, അതുകൊണ്ട് ഡീസൽ ഈ കോഡിയാക്കിനും പിന്നെ ടിഗ്വാനൊക്കെ ഡിമാൻഡ് കൂടുതലുണ്ട്. ടിഗ്വാനും ഉണ്ട്, അതും കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 25,50,000 രൂപ കൊടുക്കാൻ പറ്റും. 25.5 ലക്ഷത്തിന് ഈ ഒരു കോഡിയാക്ക് നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സിലുണ്ട്. ഓൾ വീൽ ഡ്രൈവ് ആണ്, അതന്നെ. ഇത് ഓഡി, സ്കോഡ, വോക്സ് വാഗൺ ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, ഒരേ സാധനം തന്നെയാണ് മൂന്നും. അപ്പോൾ ഇത് സ്കോഡയിലെ കോഡിയാക്കാണ്. അപ്പോൾ 25 അല്ലേ, ഒരു 23 ലക്ഷം ലോൺ വരും. എനിക്ക് തോന്നുന്നു നല്ല ലോൺ കൊടുക്കാൻ പറ്റും മാക്സിമം. കാരണം പുതിയ വണ്ടിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 54 ലക്ഷം ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് അല്ലേ? 50 ലാക്ക് അബോ ആണ്, ഏകദേശം 10 അടുത്തായി. അപ്പൊ എന്തായാലും താല്പര്യം ഉണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഫോക്സ് വാഗൺ ടിഗ്വാൻ. ഇതൊക്കെ ഏട്ടാന്മാർ തന്നെയാണ്, എല്ലാവരെയും ട്വിൻസാണ്. അപ്പോ Q5 പ്ലാറ്റ്ഫോം തന്നെയാണ്. സെയിം പ്ലാറ്റ്ഫോം ഇറങ്ങിയിരിക്കുന്നത്. ഒരു അച്ഛൻ്റെ 2 മക്കള്, 2 അമ്മയിലാണുള്ളത്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ടിഗ്വാൻ. ഫോക്സ് വാഗണിലെ ടിഗ്വാൻ ഓൾ വീൽ ഡ്രൈവ് തന്നെ വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് തന്നെ, ഡീസൽ ഓട്ടോമാറ്റിക് 5 സീറ്റർ ഓട്ടോമാറ്റിക്. 17 മോഡൽ. ഇത് ഫുൾ ഓപ്ഷനാ? അത് ഫുൾ ഓപ്ഷൻ ആയിട്ട്. ഫുൾ ഓപ്ഷൻ. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇത് 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വർഷം ഓട്ടം പോയി. 2017 8 വർഷം. വലിയ ഓട്ടമല്ല, ഡീസൽ വണ്ടി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ ഓട്ടമല്ല. വണ്ടി ഒന്നും ആയിട്ടില്ല. പിന്നെ ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മൻ ബ്രാൻഡിനെ പറ്റി ഇപ്പൊ റീലിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോ അല്ല, അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഒരു പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടി അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഈ വണ്ടികൾ നോക്കുക. അതെ, ആ ഒരു പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമുള്ള ഒന്നുമില്ല. 2017 ടോപ്പ് എൻഡ് മോഡൽ 89,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് ടിഗ്വാൻ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് 15,50,000 രൂപ കൊടുക്കാം. 15.5 ലക്ഷം അല്ലേ? ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടാവും? ഒരു അറൗണ്ട് ഒരേ പ്ലാറ്റ്ഫോം വരെ 9 ലക്ഷം രൂപ റേഞ്ച് തന്നെ ഇതിലും വരുന്നുണ്ടല്ലേ? അന്ന് തന്നെ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഇത്രയും നേരം വലിയ വലിയ ആൾക്കാരെ കണ്ടു. ഇനി നമുക്ക് ഈ ബ്രാൻഡ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റിയ മോഡൽസ് ആണ് ഇനി വരാൻ പോകുന്നത്. അതിലാദ്യം കുഷാക്കാണ്, സ്കോഡ കുഷാക്ക്. ഫോക്സ് വാഗൺ ടൈഗർ നോക്കുന്നവരുണ്ടെങ്കിലും ഇത് നോക്കാം. എന്തെങ്കിലും ഡീറ്റെയിൽ 2021 മോഡല് സ്കോഡയുടെ കുഷാക്ക് 1.5 GT TSI സ്റ്റൈൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയന്റ്. 1.5 ടോപ്പ് എൻഡ് വേരിയന്റ്. 1 ലിറ്ററും വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്. ഇത് 1.5 ടോപ്പ് എൻഡ് വരുന്ന വണ്ടിയാണ്. അതായത് GT DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് ഇത്. മറ്റേ ടോർക്ക് കൺവെർട്ടർ ആണ് 1 ലിറ്റർ. ഓക്കെ, ഇതും ഡ്രൈവിംഗ് പ്ലഷർ വേണ്ടവർ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോ ക്ലെയിം ഒന്നുമില്ല? ഇല്ല. ഓട്ടോ എത്ര പോയി? 80,000 കിലോമീറ്റർ ഓടി. 21 മോഡൽ? 2021 മോഡൽ. 21. ഓക്കെ, ഫുൾ ഓപ്ഷൻ 1.5 GT. അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. എത്ര ഇതിന്റെ ചോദ്യം? ഇത് നമുക്ക് 11,50,000 രൂപ കൊടുക്കാം. 11.5 ലക്ഷത്തിന് ഒരു DSG ഗിയർ ബോക്സ് വരുന്ന GT കുഷാക്ക് നിങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപ കൊടുക്കാം. ഫുൾ ലോൺ അല്ലേ? ഫുള്ളല്ല, അതെ, അതിന്റെ മേലെ പറഞ്ഞതാ. അതിന്റെ മേലെ കിട്ടുന്നുണ്ട്. ഡീസൽ പെട്രോൾ അടിക്കാനുള്ള 1 വർഷം പെട്രോൾ അടിക്കാനുള്ള പൈസ വെറുതെ പലിശ അടിച്ച് പെട്രോൾ അടിക്കാം. അല്ല, നമ്മുടെ ടിഗ്വാന് ലോണിന്റെ പറഞ്ഞില്ല, അത് മാക്സിമം കൊടുക്കാം. ഫുൾ എമൗണ്ടിന് ലോൺ കൊടുക്കാം. ഫുൾ തന്നെ കിട്ടും. അപ്പൊ 15 ചോദിച്ചാൽ ഈസി അതിൽ കൂടുതൽ കിട്ടും ലോൺ. അതിന് മേലെ എത്ര റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും സ്കോഡ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ജർമ്മൻ ബ്രാൻഡാണ്. പക്ഷെ ഒന്ന് പുറത്ത് കിടക്കുന്നുണ്ടല്ലേ? അവസാനത്തെ അല്ല, ഇന്നത്തെ അവസാനത്തെ വീഡിയോയില് ജർമ്മൻ ബ്രാൻഡ്. ഒരു BM പുറത്തുണ്ട്. BM ഏതാ? ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്. അല്ല, ജർമ്മനില് ഉള്ളത്? ജർമ്മനിലുള്ളതിനില്ല, BM തന്നെയാണ് ഉണ്ട്. പക്ഷെ നമ്മൾ കാണിച്ച വണ്ടികൾ അതേതാ മോഡല്? BMW ഉണ്ട്, പക്ഷെ അതിപ്പോൾ വണ്ടി കൊണ്ട് കയറ്റാൻ കഴിയുന്നില്ല, വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. 3 സീരീസ് ഉണ്ട്, 2016-17. അത് നമുക്ക് 16.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 2016-17 BMW 320 ഒറിജിനൽ കേരള. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. BM ഉണ്ട്. ഇനി നമ്മൾ സ്കോഡ സ്ലാവിയയിലേക്ക് പോവാണ്. ഇത് GT
ഇത് 1.5 സ്റ്റൈലില് GT DSI DST വരുന്നത്. DST ഗിയർ ബോക്സ് സെയിം സാധനം തന്നെ. സെഡാൻ കാറ്റഗറി മാറുന്നതേ ഉള്ളൂ. സെഡാൻ ടൈപ്പിലേക്ക് വന്നു. സെഡാൻ ടൈപ്പിലേക്ക് വന്നു. ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ ഇത് 2022 മോഡല് പറഞ്ഞ മാതിരി 1.5 ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ DST വരുന്ന DSI ഓട്ടോമാറ്റിക് സ്റ്റൈല്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 43,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. ഇത് ഞാൻ കൊടുത്ത വണ്ടിയായിരുന്നു. സെക്കൻഡ് ഓണർ ഡോക്ടർ ആയിരുന്നു. നല്ല വെൽ മെയിൻറ്റൈൻ വണ്ടി. ക്ലെയിമോ എക്സോണ്ടോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻ ആണ്. അതെ, 53,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്ര ചോദ്യം? നമുക്കിത് 12,60,000 രൂപ കൊടുക്കാം. 12,60,000. ഇത് മോഡൽ കൂടിയ 2022 മോഡൽ ടോപ്പ് ആൻഡ് വേരിയന്റ്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. രണ്ടിനും ഏകദേശം വില സെയിം തന്നെ ഇറങ്ങും. വില 22-23 ആ റേഞ്ചിലാണ് വില വരുന്നത്. രണ്ടിനും ഏകദേശം വില സെയിം തന്നെ. പക്ഷേ ഇത് മോഡൽ ഒന്ന് കൂടിയതുകൊണ്ടാണ് ഒരു മാറ്റം വന്നത്. ഇതില് ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 2022 വണ്ടിക്ക് ഇവിടെ 13 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. അല്ലേ? കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്. നിങ്ങളുടെ ട്രാക്ക് കോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. വണ്ടിക്ക് എന്തായാലും കിട്ടും. വണ്ടി വാലിഡേറ്റ് ചെയ്താൽ വെഹിക്കിൾ വാല്യൂഷൻ എന്തായാലും ഒരു 13.5 ലക്ഷത്തിന് മുകളിൽ വാല്യൂഷൻ വരുന്നുണ്ട്. അടുത്ത വണ്ടി അങ്ങനെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ലാൻഡ് ചെയ്തു. ഹ്യുണ്ടായി ക്രെറ്റയാണ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. സാധാ ക്രെറ്റല്ല, പെർഫോമൻസ് ഉള്ള ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ക്രെറ്റാണ്. കാരണം 1.4 ടർബോ വരുന്ന DCT ഗിയർ ബോക്സ് വരുന്ന ക്രെറ്റാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി 1.4 ലിറ്റർ DCT പെർഫോമൻസ് കിട്ടും. ജർമ്മൻ വണ്ടിന്റെ പെർഫോമൻസ് കിട്ടും. അത്ര പൊട്ടിയില്ലെങ്കിലും അതിനോട് മോഡൽ ഏതാ? 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഞാൻ പറഞ്ഞ DCT 1.4 വരുന്ന ഫുൾ ഓപ്ഷൻ ക്രെറ്റ പെട്രോൾ. കിലോമീറ്റർ 75,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. കറക്റ്റ് സർവീസുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. ഓക്കെ, നീറ്റ് വണ്ടിയാണ്. ഒന്ന് പോളിഷ് ചെയ്യേണ്ടത് വണ്ടി വന്നതുള്ളൂ. ടച്ച് പോളിഷ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കട്ടി പോളിഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 1.4 ലിറ്റർ ടർബോ DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 11-14. മൈലേജ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കാരണം അതൊരു പെർഫോമൻസ് സാധാ കട്ടനേക്കാട്ട് ഒരു ലിറ്റർ മൈലേജ് ആണ്. ഓക്കെ, 11-14 വരെയൊക്കെ മാക്സിമം കണ്ടാൽ ലോങ്ങിലൊക്കെ സാധാരണഗതിയിൽ ഓടിച്ചു പോയാലും ഞാൻ പറയുന്നില്ല. ഏകദേശം പെർഫോമൻസ് വണ്ടിയാണ്. തീർച്ചയായും. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് ഫൈനൽ 11,75,000 രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. അതെ, ഓക്കെ. 11,75 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഒരു 90% ലോൺ വരും. 95% ലോൺ കൊടുക്കും. 95% കിട്ടും. ബാക്കി നെഗോസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു പെർഫോമൻസ് ഉള്ള ഒരു വിലയാണ്. ഫൈനൽ റേറ്റ് ആണ്. അതുകൊണ്ട് പിന്നെ നെഗോസിയേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി. അടുത്തതാ MG ഹെക്ടർ KL1 തലസ്ഥാന നഗരി വണ്ടി അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽസ്? 2020 മോഡൽ MG ഹെക്ടർ ടോപ്പ് ആൻഡ് വേരിയന്റ് ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഷാർപ്പ്. ഓട്ടോ എത്ര പോയി? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി സർവീസ്, 0 ക്ലെയിം, ഫുൾ ക്ലീൻ, പുതിയ 4 ടയർ ഇട്ടുണ്ട്. എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഓണർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി. ലോ കിലോമീറ്റർ. അപ്പോൾ ലോ കിലോമീറ്റർ 6 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? 40,000 കിലോമീറ്റർ. 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ക്ലീൻ പീസ്. നല്ലോണം യൂസ് കാർ മേഖലയിൽ മൂവിംഗ് ഉള്ള വണ്ടിയാണ് MG. ഷമീർക്ക് എത്ര MG വിറ്റിട്ടുണ്ടാവും? ഞാൻ MG വിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ MG കൂടുതൽ വിറ്റ ആളുകൾ ഒരാൾ ഞാനായിരിക്കും. അതെ, അത്രയും MG വിട്ടിട്ടുണ്ട്. എന്നെയാ തീരാത്തത്ര MG വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 90% പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഏറ്റവും കൂടുതൽ പെട്രോൾ ഓട്ടോമാറ്റിക് എനിക്ക് പറയുന്നത്. നിലവിൽ എൻ്റെ കയ്യിൽ 4 MG സ്റ്റോക്ക് ഉണ്ട് അല്ലേ? 4 MG 2 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് 1 ഉണ്ട്. 4 അല്ല 5 ഉണ്ട്. 5 MG ഹെക്ടർ ഉണ്ട്. ഒരു ഹെക്ടർ പ്ലസ് ഉണ്ട്. 2 ആസ്റ്റർ ഉണ്ട്. 8 വണ്ടി MG മാത്രമാണ്. എനിക്ക് തോന്നുന്നു 3 MG ഹെക്ടർ സ്റ്റോക്കുള്ള ഡീലർ വളരെ കുറവായിരിക്കും കേരളത്തിൽ. അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്കിത് നെറ്റാക്കി 11,50,000 രൂപ കൊടുക്കാം. 11.5 ലക്ഷത്തിന് 2020 MG ഹെക്ടർ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. വെറും 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, വെൽ മെയിൻറ്റൈൻഡ്. അതേപോലെ നമ്മുടെ അടുത്ത് 2019 80,000 കിലോമീറ്റർ ഉണ്ട്. 9.5 ലക്ഷം രൂപ ഉണ്ട്. പിന്നെ 2023 MG ഹെക്ടർ ഉണ്ട് വരുന്നുണ്ട്. അത് 30,000 കിലോമീറ്റർ ഓടി വണ്ടി നമുക്ക് 14,90,000 രൂപ ഉണ്ട്. അത് ഇതിന് ഒരു ലിമിറ്റഡ് സീരീസ് ആണ് സേവി. ഇനി നമുക്ക് ഇത് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അതൊക്കെ കാണിക്കാൻ പറ്റും. അതിൽ വേറെ 2 വണ്ടികളുണ്ട്. അത് ടോക്കണായി കിടക്കുന്നുണ്ട്. നാസ്ത നമ്മൾ ഓൾറെഡി പ്രൈഡിൽ കാണിച്ചിട്ടുണ്ട്. MG ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് വരുന്ന വണ്ടികളാണ്. നന്നായിട്ട് പോകുന്ന വണ്ടികളാണ്. ഇത് 11.5 ചോദിച്ചത്. 2020 വണ്ടി 40,000. നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. ലോണ് നമുക്ക് ലോൺ ഒരു 11 വരെ 10-11 വരെ കൊടുക്കാം. അടുത്തതാ കിയ സെൽട്ടോസ്. ഇത് പുതിയ വണ്ടി അല്ലേ? പുതിയ വണ്ടി 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന പാനോറമിക് സൺറൂഫ് വരുന്ന സെൽട്ടോസ്. ഓക്കെ, 25 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ 28 വരെ വാറണ്ടി വരുന്ന വണ്ടി. വാറണ്ടി കമ്പനി വാറണ്ടി നിൽക്കുന്ന. ഓട്ടോ എത്ര പോയി? വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, ഡോക്ടർ ഉപയോഗിച്ച വണ്ടി. പിന്നെ അതേപോലെ തന്നെ
കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കമ്പനിയാണ് ചെയ്തത്. ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, ക്രോമ് ഫുള്ളായിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിയർ നോബ് ഒരു അട്രാക്റ്റീവ് സാധനമാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറേ പൗച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റെയിൽ വൈസറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ്. അപ്പോൾ പുതിയ വാഹനം എടുക്കാൻ പോകുന്നവരുണ്ട്. ജിറ്റിലയിൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാർക്കറ്റാണ്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. ഓക്കെ, ഇത് മാത്രമല്ല വേറെ ഒരുപാട് സെൽറ്റോസ് നമ്മുടെ അടുത്ത് ഇനി ഒരു 7 സെൽറ്റോസോളാണ് നമ്മളതിൽ മൊത്തത്തിൽ. അതിൽ 4 വണ്ടിയോളം നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. ബുക്കിങ്ങിൽ നിൽക്കുന്നുണ്ട്. ഇനി 3 വണ്ടി ഇട്ടില്ല. ഇനി 3 4 ഉണ്ടാവും. 4 വണ്ടികളുണ്ടോ സെൽറ്റോസിൽ. അപ്പോൾ ഇതിന്റെ വില എത്ര കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് നെറ്റായിട്ട് 20,50,000 രൂപ കൊടുക്കാം. 20.5 ലക്ഷം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസും കൂടി പറഞ്ഞു കൊടുക്കണം. ഓൺ റോഡ് പ്രൈസ് അന്ന് ഇറങ്ങുന്ന സമയത്ത് 25 അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 24 അടുത്തായിട്ടേ ഉള്ളൂ. 24 അടുത്തായിട്ട്. ഓക്കെ, 20,50,000 രൂപ. ഇപ്പോൾ ചോദ്യമാണ് 10,000 കിലോമീറ്റർ ഓടിയ GT ലൈൻ, ഏറ്റവും ടോപ്പ് എൻഡ്, 2024 മോഡൽ, 25 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, മൈലേജും കിട്ടുക 18-19 റേഞ്ച് ഫീച്ചേഴ്സും എല്ലാ പെർഫോമൻസും ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ EV നെക്സോൺ. ഇതും കുറേ പേര് എൻക്വയറി ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. EV-ല് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഫസ്റ്റിലേക്ക് ഓടിപ്പോകുന്ന ടാറ്റ MG, ഈ 2 സെഗ്മെന്റിലാണ് നമ്മൾ കൂടുതലായിട്ട് EV വണ്ടികൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് EV ഒരു 6 EV സ്റ്റോക്കിലുണ്ടാവും. ടിയാഗോ 2 സ്റ്റോക്കിലുണ്ട്, നെക്സോൺ 2 വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഇത് കാണിച്ചു MG കാണിച്ചു. ഇനി ഒരു MG ആസ്റ്റർ വരുന്നുണ്ട്. നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് വണ്ടി. 2 ദിവസം കൊണ്ട് സ്റ്റോക്കിലേക്ക് വരും. 6 EV നമ്മൾ സ്റ്റിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ 6.5 ലക്ഷം മുതൽക്ക് നമ്മുടെ അടുത്ത് 26.5 ലക്ഷം 26.5 ലക്ഷം വരെ വരുന്ന EV-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ മാർക്കറ്റ് ഒറ്റയടിക്ക് ഡൗൺ ആവും. സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓണർക്ക് വൻ നഷ്ടമാകും. ഞാൻ പറഞ്ഞു, നമ്മൾ കാണിച്ച വണ്ടികൾ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. നല്ല ഡിപ്രിസിയേഷൻ. നമുക്ക് ഒരു EV എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ലോ കിലോമീറ്ററോ അല്ലെങ്കിൽ അധികം പഴക്കമില്ലാത്ത വണ്ടികൾ EV എടുക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഡിപ്രിസിയേഷൻ ഫസ്റ്റ് വരും, പിന്നെ അത് കഴിഞ്ഞാൽ ലാഭം വരും. ഓക്കെ, അപ്പോൾ ഇത് നെക്സോൺ ആണ്. നെക്സോൺ ഒരു ന്യൂ ടൈപ്പ് നെക്സോൺ ആണ്. അത് മാത്രമല്ല നെക്സോണിന്റെ ഏറ്റവും എംപവേർഡ് എന്ന വേരിയന്റ് ആണ്. നല്ല പവേർഡ് 480 ആണ് റേഞ്ച് പറയുന്നത്. അറൗണ്ട് എനിക്ക് തോന്നുന്നു 350-400 റേഞ്ച് കിട്ടുന്നുണ്ട്. ആ വണ്ടി നമ്മൾ എംപവേർഡിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ആകെ 2000 കിലോമീറ്റർ എംപവേർഡ് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. 15 ഇത് കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടി, 54-55 ഓടി. കറക്റ്റായിട്ട് 2024 മോഡൽ 25 രജിസ്ട്രേഷൻ എംപവേർഡിന്റെ ലോങ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. ലോങ് റേഞ്ച് 480 ടൈപ്പിൽ വരുന്ന എംപവേർഡ് അറിയുന്നവർക്ക് അറിയാം. പക്ഷെ ഒരു 350-400 റേഞ്ച് 380 ഒക്കെ കിട്ടുന്നുണ്ട്. അതെ. ഓക്കെ, വാറണ്ടി വരിക വെച്ചാല് വാറണ്ടി നമുക്ക് കാർ വാറണ്ടി 3 വർഷം ഉണ്ടാവും. പ്ലസ് 2028 വരെ വാറണ്ടി ഉണ്ടാവും. പ്ലസ് 2008 വർഷത്തേക്ക് ബാറ്ററി വാറണ്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ഏതാണോ ആദ്യം ചെയ്യുന്നത് അതിനനുസരിച്ച് വാറണ്ടി കിട്ടും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഓണർക്ക് ടാറ്റ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ടല്ല, പുതിയ എടുക്കുന്ന വണ്ടികൾക്ക്. സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോൾ അത് ക്ലാരിറ്റി വന്നാണ്. പലർക്കും സെക്കൻഡ് ഓണർക്ക് ഈ വാറണ്ടി കിട്ടുന്നില്ല എന്നുള്ള ഡൗട്ട് ഉണ്ട്. പക്ഷേ ഇതിൽ 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ പിന്നെ 8 വർഷം അത് ബാറ്ററി വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി സെക്കൻഡ് ഓണർക്ക്. ഓക്കെ, എത്ര ചോദ്യം എത്രയാണ് ഇപ്പോൾ? ഇത് നമുക്ക് 13,50,000 രൂപ. 13.5 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? അന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് എൻ്റെ ഫ്രണ്ട് ഇറക്കിയത് 19 സംതിങ്ങിനായിരുന്നു. 19.80 20 അടുത്ത് വന്നിട്ടുണ്ട് പിടിക്കും. പിന്നെ നമുക്ക് 18 റേഞ്ചിലേക്ക് ഒരു വില കുറച്ചിട്ടുണ്ടായിരുന്നു, ഓഫറെല്ലാം വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ എൻ്റെ അഭിപ്രായത്തിൽ 12 ലക്ഷം രൂപ ഒരു പാർട്ടി പറഞ്ഞിട്ട് അവർക്ക് ലോൺ പാസ്സായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിലൊരു സിബിൽ സ്പെഷ്യലിന് മുകളിൽ നിൽക്കുകയാണ്. ഓക്കെ. എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ നമ്മുടെ അവസാനത്തെ വാഹനമാണ് ഇന്നത്തെ. KL 13 രജിസ്ട്രേഷൻ വരുന്ന ഗ്രാൻഡ് വിറ്റാര അല്ലേ? അതെ, അവസാനത്തെ വണ്ടി സ്ഥിതിക്ക് നമുക്കൊരു അടിപൊളി ഒട്ടിച്ച റേറ്റിലാണ് കൊടുക്കാം. അങ്ങനെ അവസാനിപ്പിക്കാം നമുക്ക്. റൈറ്റ്, ഫുള്ളി ഹൈബ്രിഡാ? ഇത് ഫുള്ളി ഹൈബ്രിഡ് വണ്ടിയാണ്. 2022 മോഡല് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും സീറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്, മിഡിൽ ഓപ്ഷൻ വേരിയന്റ്, സീറ്റ പ്ലസ് വരുന്ന വേരിയന്റ്, ഫുൾ ഹൈബ്രിഡിൽ വരുന്ന വണ്ടി. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ബാക്കിൽ ടൈലാമ്പ് മാറിയിട്ടുണ്ട്. ചെറിയ പമ്പറങ്ങൾ ടച്ചപ്പുകൾ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. 23 രജിസ്ട്രേഷൻ ഉണ്ട് തോന്നുന്നു. 23 രജിസ്ട്രേഷൻ 22 മോഡലുള്ളൂ. മോഡൽ 23 രജിസ്ട്രേഷൻ ഫുള്ളി ഹൈബ്രിഡ് വരുന്ന വണ്ടി. ഇതുവരെ യൂസ്ഡ് കാറിലോ മാർക്കറ്റിൽ ആരും അങ്ങനെ കൊടുക്കാതെ ഒരു ഓഫർ റേറ്റ് കൊടുക്കും. ഇത് എത്ര ഓട്ടം പോയത്? കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല മൈലേജ് ഓടിയിട്ടുണ്ട്. 23-24 കിട്ടുന്ന ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഓട്ടം വന്നു. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ക്ലെയിം പറഞ്ഞില്ല. ബാക്കിലെ ടൈലാമ്പ് മാത്രം. പിന്നെ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടെ പറഞ്ഞോളൂ. പ്രൈസ് നമുക്ക് നെറ്റ് ആക്കിയിട്ട് 13,60,000 രൂപ കൊടുക്കാം. 13,60,000 2000 ഹൈബ്രിഡ് വണ്ടി 15ന്റെ ചോട ജിതിനോട് കൂടി ചെയ്തിട്ടുണ്ടോ? ഫുൾ ഹൈബ്രിഡ് ആണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ടാവും. ഫുൾ ഹൈബ്രിഡ് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും നമുക്കൊരു പൊട്ടിച്ച റേറ്റിന് കൊടുക്കാം അവസാനിപ്പിക്കുന്നതിന്. 13,60 പറഞ്ഞത് 13,60,000. 13,60 നിങ്ങൾക്ക് 22 മോഡൽ 23 രജിസ്ട്രേഷൻ ഗ്രാൻഡ് വിറ്റാര സീറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ടോപ്പിലേക്ക് പോവാണ് സൺറൂഫ് അടക്കം വരുന്നുണ്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, അതെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. ഫുൾ ലോണിൽ. അതെ, ഓട്ടോമാറ്റിക്കലാണ് ഇത്രയും മൈലേജ് കേട്ടോ. അതാ ഹൈലൈറ്റ്. പെട്രോളിന് അതാ ഹൈലൈറ്റ്. വലിയ മെയിൻ്റെനൻസ് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഷമീസ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാൻ. താങ്ക് യു.